ഈ UDF സർക്കാർ അധികാരം ഒഴിയുന്നതിന് മുമ്പ് കണ്ണൂർ എയർപോർട്ട് അവിടെ വിമാനം ഇറക്കി ഉദ്ഘാടനം ചെയ്തു ഉമ്മൻചാണ്ടി. അന്ന് ഈ LDF പറഞ്ഞിരിക്കുന്നത് തട്ടിക്കൂട്ട് ഉദ്ഘാടനമാണ്. അവര് വിമാനത്താവളത്തിൽ വിമാനം ഇറക്കി. ഇവിടെ ഈ ഒരു പവലിയൻ ഒരു ഫുട്ബോൾ കളിക്കാനെങ്കിലും ഫുട്ബോൾ കാണാനെങ്കിലും പവലിയൻ നിർമ്മിക്കാൻ ഒരുങ്ങിയാൽ പവലിയൻ നിർമ്മിക്കണം. എനിക്ക് പന്ത് കെട്ടാൻ പറയാൻ പറ്റുമോ കരാറുകാരനോട്? നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഞാൻ ഈ സ്റ്റേഡിയത്തിന് ഒരുങ്ങിയിട്ട് പവലിയൻ കെട്ടിയെങ്കിൽ നിങ്ങൾ പറഞ്ഞത് ഞാൻ 100% അംഗീകരിക്കാം. ഞങ്ങള് 2 പ്രോജക്റ്റ് 2ആയി കൊടുത്ത് 2 കരാറുകാരെടുത്തു. അതിന് പവലിയൻ എടുത്ത ആള് സമയബന്ധിതമായി അതിന്റെ ബോംബെന്ന് മെറ്റീരിയൽസ് പോലും ഇളക്കി കൃത്യമായി ചെയ്തു വന്നു മനോഹരമായ പവലിയൻ. ഞങ്ങളെ സംബന്ധിച്ചതാണ്. രണ്ടാമത്തെ വിഷയമാണ് സ്റ്റേഡിയത്തിന്റെ പ്രവർത്തനം. അത് ഞാൻ ഉദ്ഘാടനം ചെയ്തില്ലല്ലോ. അതിന്റെ പേര് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. പവലിയൻ, സിൽവർ ജൂബിലി പവലിയൻ എന്ന് വ്യക്തമായി വെള്ളയ്ക്ക് അക്ഷരം ചെയ്ത് വെച്ചിരിക്കുകയാണ്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാണ് ഇരിക്കുന്നത് വെച്ചാൽ അവിടെ ഹൽബിൽ ഖത്തർ വന്നപ്പോ എത്ര പേര് വന്നവിടെ? എത്ര പേര് വന്നപ്പോഴുള്ള ഒരു പ്രശ്നം ഇനി സ്റ്റേഡിയം പണി പൂർത്തിയാകുമ്പോൾ പവലിയൻ ഒന്നുകൂടെ റെനോവേറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മേയർ പറഞ്ഞ ശരിയാണ്, വളരെ പരിസ്ഥിതി സൗഹൃദമായിട്ടാണ് ചെയ്തേക്കുന്നത്. അവിടെ ഗാലറിയിൽ വന്നിരിക്കുന്ന ആരും വെയിലടിക്കില്ല, മൊത്തം മരം നിൽപ്പുണ്ട് ആ പവലിയനിൽ മൊത്തം. അത് മരത്തിന്റെ തണലിലിരുന്ന് കളി കാണാം. മരമുണ്ട്, നല്ലതാണ്. അപ്പൊ എക്കോ ആണ് നല്ല. പിന്നെ ഈ SMB ഫ്ലാറ്റുകൾ ഉദ്ഘാടനം ചെയ്തു. അവിടെ ആളുകൾക്ക് എന്ത് താമസിക്കാൻ കഴിയും? കറണ്ട് കൃത്യമായിട്ട് അവിടുത്തെ ഒരു പ്രോപ്പറായിട്ട് വന്നിട്ടില്ല. സാനിറ്റേഷൻ ബാക്കി വെള്ളം വന്നിട്ടില്ല. എന്നു മുതൽ അവർക്ക് താക്കോല് കൊടുത്ത് താക്കോൽ അവർക്ക് ഈ റോഡിൽ കൊണ്ട് ഈ കോർപ്പറേഷന്റെ ഒന്നും തുറക്കാൻ പറ്റില്ലല്ലോ. അവിടെ എല്ലാം തുറക്കാൻ പറ്റത്തുള്ളൂ. എന്നും തൊട്ട് അവർക്ക് താമസിക്കാം. അവിടെ 48 കുടുംബങ്ങൾ മേഴ്സിക്കുട്ടിയമ്മ മിനിസ്റ്റർ ഉദ്ഘാടനം ചെയ്തിരുന്നു. അത് ശരിയാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് അവിടെ 2013 മെയ് മാസമാണ് നമുക്ക് 17 കോടി DPR അവിടെ അംഗീകാരം കിട്ടിയത്. ആ അംഗീകാരം പോയി ഡൽഹി പോയി വാങ്ങിച്ച വ്യക്തി എന്നായിരിക്കും എനിക്ക് പറയാനുള്ളത്. നമ്മൾ അന്ന് 266 കുടുംബങ്ങൾക്ക് ഭവന നിർമ്മാണം, അതിന് ബാക്കി മുഴുവൻ ആൾക്കാരുടെ അന്ന് നടത്തി. ഈ ഫ്ളാറ്റിന്റെ അടുത്ത് നമ്മളത് കല്ലുകൊണ്ട് വെച്ചെങ്കിൽ അവിടെ എഴുതിയേക്കുന്നത് എന്താണ്? അവിടെ എഴുതി വെച്ചേക്കുന്നത് എന്താണ്? ഫ്ളാറ്റിന്റെ അടുത്ത് വാസഗ്രഹങ്ങളുടെ ഉദ്ഘാടനം എഴുതിയേക്കുന്നത്. ഈ പവലിയൻ പോലെ അത് വിട്ട് കൂട്ടി കഴിക്കുക. അതിനകത്തുള്ള വിഷയം ഇപ്പൊ ഞങ്ങൾ 48 പേർക്ക് താക്കോല് കൊടുത്ത് അവിടെ ലിഫ്റ്റിന്റെ പണി നടക്കുകയാണ്. 2.5 കോടി രൂപയാണ് ഈ കൗൺസിൽ വന്നതിന് ശേഷം ഇപ്പൊ ഇലക്ട്രിഫിക്കേഷന് വേണ്ടി. അവിടെ ആ 2 നിലയിലുള്ളവരെ മാത്രമാണ് ഞങ്ങൾ അങ്ങോട്ട് മാറ്റി താമസിക്കാൻ ഞങ്ങൾ പറഞ്ഞു. പക്ഷെ 44 പേർക്കും താക്കോൽ കൊടുത്തു. ഈ മാസം 25 മുമ്പ് അവിടെ ലിഫ്റ്റ് പ്രവർത്തിച്ചുകൊണ്ട് ഈ 6 നിലയിൽ 48 പേര് താമസിക്കുന്നതിനുള്ള എല്ലാ സംവിധാനവും ഒരുക്കി. 2 നിലകൾ അവിടെ ആവശ്യമായിട്ടുള്ള മീറ്റർ വെച്ചു, വാട്ടർ സപ്ലൈ ഉണ്ട്, കറണ്ട് ഉണ്ട്. എന്തായാലും ഫസ്റ്റ് നിലയിൽ കയറാൻ ഇത് വേണ്ടല്ലോ. ഡ്രെയിനേജ് അടക്കം ഒരു വിഷയം. അവിടെ ഇപ്പൊ 18 പേര് താമസിക്കുന്നല്ലോ. നിങ്ങൾ അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്താന്ന് നോക്കിയാൽ നമ്മൾ ചെയ്യാം. ഈ ശാസ്താംകോട്ട കുടിവെള്ള പദ്ധതി വളരെ ആശ്രയിച്ചിരുന്നതാണ്. അതിന്റെ ഒരു ആശ്രയം എത്രത്തോളം ഉണ്ട്? ഇപ്പൊ ഞാങ്കടവ് തുടങ്ങി എന്നാണ് ഇതിനകത്ത് പറയുന്നത്. അത് പ്രവർത്തന സജ്ജമാകുമ്പോൾ ഞാങ്കടവ് തുടങ്ങിയത് ഞാൻ പറഞ്ഞില്ല, പൂർത്തീകരണ ഘട്ടത്തിലാണ്. പിന്നെ ഞാൻ പറഞ്ഞു 15 MLD വെള്ളമാണ് ഇവിടെ കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ 48 കുഴൽക്കിണറുകൾ ഞങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇപ്പൊ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ആ കുടിവെള്ള സംവിധാനത്തിന് ജിക്കായുടെ വെള്ളം കൂടി ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ ജിക്കായുടെ വെള്ളവും ഈ 48 കുഴൽക്കിണറും 15 MLD ചേർത്ത് ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഇപ്പോൾ വെള്ളം കൊടുക്കുന്നുണ്ട്. അത് മാറ്റിക്കൊണ്ട് വരുന്ന 50 വർഷത്തെ ശാശ്വത പരിഹാരമാണ് 100 MLD വെള്ളം എത്തിച്ചുകൊണ്ട് 24 hours കൊടുക്കാൻ തീരുമാനിച്ചേക്കുന്നത്. അത് ഞങ്ങളുടെ സ്വപ്ന പദ്ധതിയാണ്. അതിവിടെ നടപ്പിലാക്കും. ഇപ്പൊ ഞങ്ങൾ ജിക്കയുടെ വെള്ളവും 48 നമ്മുടെ കുഴൽക്കിണറിലെ വെള്ളവും അതുപോലെ തന്നെ 15 MLD വെള്ളം കിട്ടുന്നതും കൂട്ടി ഇപ്പൊ നമ്മൾ മുന്നോട്ട് പോകുന്നു.